നയന അടുക്കളയില് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക കയറി വരുന്നുണ്ട്. അനാമിക നയനോട് പറയുന്നുണ്ട്, ഓ ഇനി എല്ലാവരെയും കയ്യിലെടുക്കാനായിട്ട് പുതിയ ഐറ്റംസ് വല്ലതും നീ തയ്യാറാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയാ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി അവരെയൊന്നും കയ്യിലെടുക്കാനായിട്ട് എനിക്ക് വേറെ ചില ഭക്ഷണങ്ങളൊന്നും തയ്യാറാക്കി കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്ന് നയന പറയുന്നു. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വല്യമ്മയെ വരെ കയ്യിലെടുത്തില്ലേ? വല്യമ്മ നിന്നെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഇപ്പോ വല്യമ്മ എന്ത് ചെയ്യണമെന്ന് നീ പറയണം, എന്നാലേ വല്യമ്മ അതുപോലെ ചെയ്യൂ. അതുവരെ നീ കൊണ്ട് എത്തിച്ചില്ലേ? എന്തായാലും നിന്റെ ബുദ്ധി അത് അപാരം തന്നെയാ. നിനക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആൾക്കാരെ വളച്ചെടുക്കാനായിട്ട്. ദേ അനാമികെ, ഞാൻ നിന്നോട് ഒന്നിനും വരുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി അടുക്കളയിൽ ജോലി ചെയ്തോണ്ട് നിൽക്കുക. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ലേ നീ അടുക്കളയിലോട്ട് വരാറേ ഇല്ലല്ലോ. വെറുതെ ആവശ്യമില്ലാതെ നീ വഴക്കിടാനായിട്ട് വരണ്ട എന്ന് നയന പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ എപ്പോഴും ഈ സാമ്പാർ, മോരുകറി, തോരൻ, അവിയല് ഇതൊക്കെ കൂട്ടി ഞാൻ ആകെ മടുത്തു. വായിക്ക് രുചിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൂടെ? നിനക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും തയ്യാറാക്കാൻ അറിയുമെങ്കിൽ നീ ഉണ്ടാക്ക്. നീ എന്നെ പഠിപ്പിക്കണ്ട. ഓ അഹങ്കാരം കണ്ടില്ലേ? വല്യമ്മ നിന്റെ കയ്യിലായതിന്റെ അഹങ്കാരമായിരിക്കും. നയന ദേഷ്യത്തോടു കൂടി അനാമികയുടെ മുഖത്തോട് നോക്കാണ്. നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? അനാമിക, നീയൊന്ന് പോകുന്നുണ്ടോ? ഒരു സമാധാനം തരുമോ നീ? എനിക്കേ ഇന്ന് ഉച്ചത്തേക്ക് ഫ്രൈഡ് റൈസ് മതി. അത് പറയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നും ഈ സാമ്പാറും ചോറും കഴിച്ച് ഞാൻ ആകെ മടുത്തു. മാല ഇട്ട മുതല് ഇത് തന്നെയാ ഇവിടുത്തെ ഭക്ഷണം. ഇപ്പൊ മലയ്ക്കൊക്കെ പോയി വന്നില്ലേ? ഇനിയെങ്കിലും നല്ല വായ്ക്ക് ചൊടിയുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൂടെ? എന്തായാലും ഫ്രൈഡ് റൈസ് എനിക്കിന്ന് ഉച്ചയ്ക്ക് ടേബിളിൽ ഉണ്ടായിരിക്കണം. ആ സമയത്ത് അതും ഇതൊന്നും പറയരുത്. ഇത് കേട്ട് ദേവ്യാനി വരുന്നുണ്ട്. എന്താ നമികെ, നിനക്ക് എന്തായിരുന്നു ഉച്ചയ്ക്ക് വേണ്ടത്? അത് പിന്നെ വല്യമ്മേ, ഞാൻ പറയായിരുന്നു ഇപ്പോൾ അങ്ങനെ നല്ല ഭക്ഷണമൊന്നും തയ്യാറാക്കാറില്ലല്ലോ, ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ എന്ന്. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെങ്കിൽ നീ തയ്യാറാക്കുക. നിന്റെ ഇഷ്ടമായിരിക്കില്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം. അച്ഛനും അമ്മയ്ക്കൊന്നും അതൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് നീ ഇപ്പൊ പുച്ഛിച്ച് പറഞ്ഞ സാമ്പാറും മോരുകറിയും അവിയലൊക്കെ തന്നെയാ പറ്റൂ. നിനക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളത് നീ ഉണ്ടാക്കി കഴിക്ക്. അല്ലാതെ നയനമോളോടല്ല പറയാ. അവള് നിന്റെ വേലക്കാരിയൊന്നുമല്ല. നീ ഇങ്ങനെ ഹോട്ടൽ പോലെ വന്ന് ഓർഡർ ഇട്ട് പോവാന്. നിനക്ക് വേണ്ടത് നീ തയ്യാറാക്ക്. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ടേസ്റ്റില് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാം. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റൂ. അല്ലാതെ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വെറുതെ കുറ്റം പറയരുത് എന്ന് അനാമികയോട് പറയാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന മുതല് ഇവള് തന്നെയല്ലേ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടതൊക്കെ ഇവള് തന്നെയല്ലേ ഉണ്ടാക്കി തരേണ്ടത്. നയനമോളുടെ നല്ല മനസ്സ് കാരണാ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അവളെ കൊണ്ട് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല ഈ ജോലിയൊന്നും എടുപ്പിക്കുന്നത്. അവൾ സ്വയം ഇഷ്ടത്തിനാ ചെയ്യുന്നേ എന്ന് കരുതി അതാരും മുതലെടുക്കണ്ട. അവളെപ്പോലെ തന്നെയാ നീയും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. നിനക്കും അടുക്കളപ്പണിയൊക്കെ ചെയ്യാം എന്ന് ദേവ്യാനി പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. പിന്നീടായിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ അവള് പറയുന്ന ഫുഡൊന്നും നീ ഉണ്ടാക്കണ്ട. സ്ഥിരം നീ എവിടെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ ആ രീതിക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ആർക്കും സ്പെഷ്യൽ ഒന്നും വേണ്ട. ഉണ്ടാക്കുന്നതെല്ലാവരും ഒരുപോലെ കഴിക്കുക, അത് മാത്രം മതി. അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറി എന്താ? ഇന്ന് ഞാൻ അത് തയ്യാറാക്കാം. എനിക്കിഷ്ടപ്പെട്ട കറി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനെപ്പോഴും ആദർശിനും ജയേട്ടനും ഇഷ്ടപ്പെട്ട കറികളൊക്കെയാ തയ്യാറാക്കാറ്. അത് എനിക്കിഷ്ടപ്പെട്ട കറികൾ തന്നെയാ എന്ന് ദേവയാനി പറയാണ്. ആദർശിന് കൂട്ടുകറി നല്ല ഇഷ്ടാ. എന്നാ ഇന്ന് നമുക്കതുണ്ടാക്കാം. ആ ഞാൻ ഉണ്ടാക്കാം അമ്മേ. അമ്മ പൊക്കോ, അമ്മ ഇവിടെ നിൽക്കണ്ട. വേണ്ട, ഞാനും സഹായിക്കാം. വേണ്ട അമ്മേ, ഇത് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ചുമ്മാ ഞാനിവിടെ നിൽക്കാം. എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാനും ചെയ്തു തരാം. കുക്കിംഗ് നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും നയനയും നല്ല സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കുക്ക് ചെയ്യായിരിക്കും. എന്നാ ഇതൊക്കെ മാറി നിന്ന് അനാമിക കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ദേഷ്യത്തോടു കൂടി അനാമിക നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി കയറി വരികയാണ്. എന്താ മോളെ, മോൾക്ക് എന്താ പറ്റി? മോളുടെ മുഖത്ത് എന്താ സങ്കടം? അനി എന്തെങ്കിലും പറഞ്ഞോ? അനിയൊന്നും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വീട്ടില് എന്റെ ഇഷ്ടത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. അനിയാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് പോന്നു. എന്നാ ഇവിടെ എനിക്കൊരു ഭക്ഷണം പോലും നല്ല പോലെ ആരും തയ്യാറാക്കി തരുന്നില്ല. നിനക്ക് നയനയോട് പറഞ്ഞാ പോരെ? നീ എന്തിനാ അതിനൊക്കെ സങ്കടപ്പെടുന്നേ? നയനയോട് എന്ത് പറയാനാ? ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന്. അപ്പോഴാ വല്യമ്മ കയറി വന്നത്. വേണമെങ്കിൽ ഒറ്റയ്ക്ക് തയ്യാറാക്കണമെന്നും പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല അമ്മേ. അവിടെയാണെങ്കിൽ ജോലിക്കാരിയാ. എന്ത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും ജോലിക്കാരിയോട് പറഞ്ഞാൽ മതി. അപ്പം തന്നെ ടേബിളിൽ ആ സാധനം ഉണ്ടായിരിക്കും. എൻ്റെ അച്ഛനും അമ്മയും എത്ര കാര്യമായിട്ടാണെന്നറിയോ എന്നെ വളർത്തിയത്. എന്നാ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആരും ഒരു സ്നേഹം തരുന്നില്ല. എല്ലാവരും ആ നയനയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ ഭർത്താവ് പോലും. എനിക്കിവിടെ ഒരു സ്ഥാനമില്ലെന്ന് തോന്നിപ്പോവാണ് അമ്മേ. മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? മോൾക്ക് ഞാനില്ലേ.
അമ്മ മാത്ര എപ്പോഴെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുള്ളൂ. മോൾക്കിപ്പോൾ എന്താ വേണ്ട? ഫ്രൈഡ് റൈസ് അല്ലേ, അത് അമ്മ ഉണ്ടാക്കി തരാം. വേണ്ട അമ്മേ, എനിക്കിനി ഒന്നും വേണ്ട. അതൊന്നും പറ്റില്ല. എൻ്റെ മരുമകള് എന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കേണ്ടതേ അമ്മായിമ്മയായ ഞാനാ. അവൾ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ജാനകി അടുക്കളയിലോട്ട് പോവാണ്. അവിടെയാണെങ്കിൽ നയനയും ദേവിയാനിയും ചിരിച്ചു കളിച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കുമായിരിക്കും. ഇത് കണ്ട് ദേഷ്യത്തോടെ ജാനകി അടുക്കളയിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ജാനകി പാത്രങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുകയാണ്. ഇത് കാണുന്ന ദേവിയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നീ ഇന്ന് എന്താ തയ്യാറാക്കുന്നേ? നീ ഇങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ലല്ലോ, എന്ത് പറ്റി? എന്താ ഏട്ടത്തി, എനിക്ക് അടുക്കള കയറിക്കൂടെ? ഏട്ടത്തിക്കും ഏട്ടത്തിന്റെ മരുമകൾക്ക് മാത്രമേ അടുക്കള കയറാൻ പാടൂ. എന്താ ജാനകി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ അടുക്കള കയറിയിട്ടൊന്നും തയ്യാറാക്കാറില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഏട്ടത്തി അനാമികമ്മളോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അവളോട് ഞാൻ എന്താ പറഞ്ഞേ? അവൾക്ക് കഴിക്കാൻ തോന്നിയ ഒരു ആഹാരം ഇവളോട് പറഞ്ഞപ്പോ ഇവളെന്താ തയ്യാറാക്കി കൊടുക്കാഞ്ഞേ? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അവൾ കൂടെ അടുക്കളയിൽ നിൽക്കണം. എന്തെങ്കിലും സഹായമൊക്കെ അവളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, ഹോട്ടൽ പോലെ ഓർഡർ ചെയ്തങ്ങ് പോവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവളോട് തന്നെ തയ്യാറാക്കാൻ. ഏട്ടത്തി പറയുന്നതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനാമിക മോള് ചെറിയ കുട്ടിയാ, അവൾക്ക് ഈ വീട്ടില് അതിനനുസരിച്ചുള്ള പരിഗണന കൊടുക്കണം. ചെറിയ കുട്ടിയോ, 10-24 വയസ്സില്ലേ? ഏട്ടത്തിന്റെ മരുമകളെ സ്നേഹിക്കേ, തലയിൽ കയറ്റി വെക്കേ, എന്ത് വേണേ ചെയ്തോ. എന്നാ എന്റെ മരുമകളെ അതും ഇതൊന്നും പറയണ്ട. ഇളയമേ, അതിന് ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ട, നീ ഒന്നും സംസാരിക്കണ്ട. ഏട്ടത്തിന്റെ സ്വഭാവം മാറ്റിയെടുത്തത് നീയാണല്ലോ. ഇപ്പൊ ഏട്ടത്തി നിന്നെ സ്നേഹിക്കുന്ന പോലെ ഒരു കാലത്ത് ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. പിന്നീടാ എനിക്ക് മനസ്സിലായത് നിന്റെ തനി സ്വഭാവം. അതുപോലെ ഏട്ടത്തിയും മനസ്സിലാക്കും നിന്റെ സ്വഭാവം. ജാനകി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നിനക്കിപ്പോൾ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, അത് ഞങ്ങൾ ഉണ്ടാക്കി തരാം, നീ പൊക്കോ. വേണ്ട, എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലേ ഇനി ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ആരും അവൾക്കായിട്ട് ഇവിടെ ജോലി ചെയ്യണ്ട. എന്നാ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത് അനാമിക കണ്ട് രസിക്കുമായിരിക്കും. അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അങ്ങനെ ഏട്ടത്തി അനിയത്തിയും കൂടെ അങ്ങ് തെറ്റണം. എന്നിട്ട് ഈ അനന്തപുരി രണ്ടും രണ്ടാവണം. എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്ന കൂട്ടത്തില് എനിക്കുള്ളതും കിട്ടും. അപ്പൊ പിന്നെ എൻ്റെ അച്ഛൻ്റെ കടവും വീട്ടാം, ബാക്കി എല്ലാ കാര്യങ്ങളും സോൾവ് ആവും. അങ്ങനെ അനാമിക സന്തോഷിച്ച് നിൽക്കുമായിരിക്കും. ജാനകിയാണെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം വേറെ തയ്യാറാക്കാണ്. അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി അനാമികയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് ജാനകി. ഈ സമയത്ത് ദേവയാനിയും നായനയും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ജയനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അനിയും ആദർശും എല്ലാവരും കാണും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ദേവയാനിയും നയനയും ആയിരിക്കും. എന്നാ അനാമികയ്ക്ക് ജാനകി ഫ്രൈഡ് റൈസ് വിളമ്പി കൊടുക്കുകയാണ്. സ്പെഷ്യലായിട്ട് അവൾക്ക് മാത്രമാണ് വിളമ്പി കൊടുക്കുന്നത്. ഇത് കാണുന്ന അനി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ അനാമികയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നേ? ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? അത് പിന്നെ മോൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനൊരു ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് അവൾക്കുണ്ടാക്കിയതാ. എന്നാ ഇത് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരത്തോടെയാണ് അനാമിക അതിരുന്ന് കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും മുഖത്തോട്ട് ഒരു പുച്ഛത്തോടു കൂടിയാണ് അനാമിക നോക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അവൾക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലൊന്നും ഇവിടെ വേണ്ട. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം അവളും കഴിക്കാം. ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് എല്ലാവർക്കും കൂടി ഉണ്ടാക്ക്. ഇവിടെ എല്ലാം കഴിക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് മാത്ര. ഞങ്ങൾക്ക് കുറച്ച് കഞ്ഞി ആയാലും മതി. നിങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എല്ലാവരും ഒരുമിച്ചുണ്ടാക്ക്. അല്ലാതെ ഒരാൾക്ക് വേറെ ഭക്ഷണം മറ്റാൾക്ക് വേറെ ഭക്ഷണം അങ്ങനെയൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ പറയണ. ഇത് കേട്ട അനാമികയ്ക്ക് അത്ര അങ്ങ് പിടിക്കുന്നൊന്നുമില്ല. അതൊന്നും വലിയ സാറാക്കാതെ തന്നെ അമ്മായിമ്മ തയ്യാറാക്കിയ ഫ്രൈഡ് റൈസ് ആർത്തിയോട് കൂടി കഴിക്കുകയാണ് അനാമിക.